കേരളത്തിൻ്റെ മുകൾ തട്ടായ മറയൂരിൽ ആളുയരത്തിൽ വളർന്നു നിൽക്കുന്ന കരിമ്പിൻ തോട്ടങ്ങൾ വേറൊരു ലോകം തന്നെ ചമയ്ക്കുന്നു. പുറമേ നിന്ന് വന്ന് തോട്ടം വെട്ടാൻ കരാറെടുക്കുന്ന മുതലാളിമാരും ശർക്കര വിപണിയിലെത്തിക്കാൻ ഇടനില നിൽക്കുന്ന ഇടത്തട്ടുകാരും വിപണിയിലെ വ്യാപാരികളും കർഷകന്റെ അധ്വാനത്തെയും ജീവിത സ്വപ്നങ്ങളെയും പരിഗണിക്കുന്നില്ല. ശർക്കരയുടെ മധുരം ഒരിക്കൽ പോലും സ്വജീവിതത്തിൽ അനുഭവിക്കാൻ വിധിയില്ലാത്തവരാണ് ഈ തൊഴിലാളികൾ. ഇന്ന് 50 രൂപ മുതൽ 60 രൂപ വരെ പെണ്ണിനും 100 രൂപ ആണിനും കൂലിയായി കിട്ടുന്നുണ്ട്. കേരളത്തിൽ വർദ്ധിക്കുന്ന ആർഭാട കല്യാണങ്ങൾക്കും മറ്റും ഒഴിച്ചുകൂടാനാവാത്ത ശർക്കരയുടെ പിന്നിലെ ഈ തൊഴിലാളികൾക്ക് ഈ തുച്ഛ വരുമാനം കൊണ്ട് എന്തു നേടാൻ? 4 മുതൽ 5 വർഷം വരെ നിരന്തരം ഉപയോഗിച്ചു കഴിയുമ്പോൾ കരിമ്പിൻ വിത്ത് മാറുന്നതുപോലെ ഇവരും ജീവിത രീതിയെ മാറ്റിയിടാൻ ശ്രമിക്കുന്നു. ഫലം പഴയതു തന്നെ. ഇതുതന്നെയാണ് കരിമ്പിനും സംഭവിക്കുന്നത്. ഒരേ നടീൽ വസ്തു ഉപയോഗിച്ച് പരമാവധി ഉൽപാദനം സാധ്യമായാൽ പുതിയത് പരീക്ഷിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് പലപ്പോഴും കരിമ്പിന്റെ നടീൽ വസ്തുക്കൾ കൊണ്ടുവരുന്നത്. 1000 എണ്ണത്തിന് ഏകദേശം 210 രൂപയോളം വില വരും. ഇവിടുത്തെ മണ്ണിനെ തകരാറിലാക്കുന്നത് പലപ്പോഴും പുറമേ നിന്ന് വന്ന് ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് കരിമ്പ് കൃഷി ചെയ്യുന്നവരാണ്. സ്വന്തം മണ്ണല്ലാത്തതിനാൽ അവരിൽ പലരും നിർദാക്ഷിണ്യം രാസവളം പ്രയോഗിക്കും. വർദ്ധിച്ച ഉൽപാദനത്തിനും ലാഭത്തിനും വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തി നശിപ്പിക്കുന്നത് ഇവിടുത്തെ മണ്ണിനെയും പാരമ്പര്യ കർഷകരെയുമാണ്. ഈ സ്ഥിതിവിശേഷം വന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ കന്നുകാലികൾ കുറവാണ്. വർദ്ധിച്ച തോതിൽ കൃഷിക്കായി സ്ഥലം നീക്കിവച്ചിട്ടുള്ള ഇവിടെ അതിന് ആനുപാതികമായി ജൈവവളം നൽകാൻ വേണ്ട സാഹചര്യമില്ല. തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ ചാണകം എത്തിക്കുക എന്നത് ഏറെ പണച്ചിലവുള്ള കാര്യമാകുന്നു. മഴയില്ലാത്ത 4 മാസക്കാലത്തേക്കാവശ്യമായി വെള്ളം സംഭരിക്കാൻ ഇവിടെ യാതൊരു മാർഗങ്ങളുമില്ല. ഇതിനെല്ലാം കാരണമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് അധികൃതരുടെ കനത്ത അനാസ്ഥ മാത്രമാണ്. സർക്കാർ തലത്തിൽ നിന്ന് നേരിട്ടോ കൃഷി ഓഫീസുകൾ വഴിയോ യാതൊരുവിധ സഹായങ്ങളും കരിമ്പ് കൃഷിക്കും കൃഷിക്കാർക്കും ലഭ്യമാക്കി കൊടുക്കുന്നില്ല. ജലദൗർലഭ്യം നേരിടാൻ പര്യാപ്തമായ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് ഇവിടെ കൃഷിനില നിന്നു പോകാൻ അത്യാവശ്യമാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. നമുക്കിവിടെ പോരിയ അളവൊക്കെ നമുക്ക് ഗവൺമെൻറ് സഹായം ചെയ്യുന്നില്ല. വെള്ളച്ചവറ് മെയിനായിട്ട് കുറവാണ്. ഇവിടെ എല്ലാ ചവരങ്ങളും നമ്മൾക്കുണ്ട്, എല്ലാ നദികളും ഉണ്ട്. ഇവിടെ വെള്ളം ഇവിടെ കളിഞ്ഞാണ് തമിഴ്നാട്ടിൽ പോകുന്നത്. ഇവിടെ ഇന്നതേ ഈ മാസം അടുത്ത മാസം കളിഞ്ഞാണ്ടല്ലോ ഒരു 3 മാസത്തേക്ക് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഇതാണ്. അപ്പോൾ ഈ 3 മാസം വന്ന് ഇവിടെ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം ഗവൺമെൻറ് ഇരുന്നിട്ട് ഗവൺമെൻറ് ഇവിടുത്തെ വ്യവസായികൾക്ക് അത് ചെയ്തു കൊടുക്കുന്നില്ല. ഈ പരാതികൾക്കും പരിദേവനങ്ങൾക്കും ഇടയിലാണ് ഇവിടെ യന്ത്രങ്ങൾ സദാ മുരളുന്നത്. ഓല കളഞ്ഞ് നീളത്തിൽ വെട്ടി കെട്ടുകളാക്കിയ കരിമ്പിൻ തണ്ടുകൾ മെഷീൻ ഉപയോഗിച്ച് ചതച്ച് നീരെടുക്കുന്നു. നീരുമുറ്റിയ കരിമ്പിൻ തണ്ടുകൾ ചതഞ്ഞ് നീറിറങ്ങി വരുന്ന കാഴ്ച രസകരം തന്നെ. തേനീച്ചകൾക്ക് കരിമ്പിൻ നീർ വരുന്ന ചാലിനരികിൽ ചുറ്റിപ്പറ്റി നിൽക്കാൻ പ്രത്യേക ഉത്സാഹം. കരിമ്പ് ആട്ടിയെടുക്കുന്ന നീര് കാച്ചി കുറുക്കിയാണ് ഇവിടെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. നീരു സംഭരിച്ച് വലിയ പാത്രത്തിലൊഴിച്ച് അത് തിളപ്പിക്കുന്നു. അതിനായി ഓലമേഞ്ഞ വലിയ പുരകളുണ്ട്. ചൂളകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ അടുപ്പ്. അത് ആരെയും ഭയപ്പെടുത്തുന്ന അഗ്നിയുടെ കാവടിയാട്ടം തന്നെ. ചുറ്റി പൊതിഞ്ഞു നിൽക്കുന്ന കനത്ത പുക. ഈ തീക്കും ചൂടിനുമിടയിൽ പുക ശ്വസിച്ചു നിന്ന് വേണം ശർക്കരയ്ക്കാവശ്യമായ പാനിയുണ്ടാക്കാൻ. കഠിനമായ ഒരു ജോലി തന്നെയാണിത്.
മധുരത്തിൻ്റെ ഒരു കടലാണ് തിളയ്ക്കുന്നത്. ഇളക്കി ഇളക്കി പാനി തയ്യാറായാൽ അത് മറ്റൊരു തട്ടിലേക്ക് ശ്രദ്ധാപൂർവം പകരുന്നു. വീണ്ടും ഇളക്കി മറിച്ച് ഈ പാനിയെ ശർക്കരയാകാൻ തയ്യാറെടുപ്പിക്കുന്നു. തുടർന്ന് മനുഷ്യന്റെ വിരൽപ്പാടുകൾ പതിഞ്ഞ ശർക്കര പിറവി കൊള്ളുകയായി. മായം കലരാത്ത തനി കരിമ്പിൻ മിശ്രിതത്തിൽ നിന്നാണ് ഇവിടെ ശർക്കരയുണ്ടാക്കുന്നത്. നല്ല മണ്ണിന്റെ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഗുണവും ശുദ്ധജലത്തിന്റെ ഊർജവും മറയൂരിലെ കരിമ്പിനെ ഏറെ മധുരമുള്ളതാക്കുന്നു. ഈ മാധുര്യം ശർക്കരയിലും നിലനിർത്താൻ കഴിയുന്ന വിധത്തിലാണ് മായമില്ലാതെ ഇവിടെ ശർക്കര നിർമ്മിച്ചെടുക്കുന്നത്. തണുത്തു തയ്യാറായ ശർക്കര പായയിൽ കെട്ടി ചാക്കിൽ നിറച്ച് വിപണിയിലേക്ക് അയക്കാൻ തയ്യാറാക്കുന്നു. ശർക്കരയുടെ പുറംലോക സഞ്ചാരം ആരംഭിക്കുകയായി. ചെറിയ ചില കള്ളത്തരങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഇനി മുതലാണ്. അതായത്, മറയൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കര മാത്രം മതിയാകില്ല കേരളത്തിലെ ഉപഭോഗത്തിന്. തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ശർക്കരയും കൂടി വേണം. എന്നാൽ ഗുണമേന്മയിൽ മുന്നിൽ നിൽക്കുന്ന മറയൂർ ശർക്കരയ്ക്കാണ് ആവശ്യക്കാർ ഏറെ. മറയൂർ ശർക്കരയിലേക്ക് തമിഴ്നാടൻ ശർക്കര കലർത്തി മറയൂർ ശർക്കര എന്ന വ്യാജേന വിൽക്കാൻ വ്യാപാരികൾ തയ്യാറാവുന്നു. ഈ വഞ്ചന അത്യധ്വാനം ചെയ്യുന്ന മറയൂരിലെ കർഷകർ അറിയുന്നില്ല എന്നത് പരിതാപകരമാണ്. തമിഴ്നാടൻ ശർക്കരയും മറയൂർ ശർക്കരയും കാഴ്ചയിൽ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം അറിയാത്ത ഉപഭോക്താക്കൾ പലപ്പോഴും കബളിപ്പിക്കപ്പെടുന്നു. എല്ലാ ചെലവും ചേർത്ത് ഒരു ചാക്ക് ശർക്കര 700 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നത് 100 രൂപ മാത്രമാണ്. 800 രൂപയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ ലാഭം 200 രൂപയാകും. വിപണിയിൽ ഇടനിലക്കാരൻ എത്തിക്കുന്ന ശർക്കരയുടെ വില 15 ദിവസത്തിനു ശേഷമാണ് കർഷകന് ലഭിക്കുന്നത്. ഉണ്ടാക്കിക്കഴിഞ്ഞ ശർക്കര വിലയിടുകൊണ്ടെങ്കിലും വിൽക്കാതിരിക്കാൻ കർഷകന് കഴിയുകയില്ല. എന്നാൽ സജീവമായ ഒരു വിപണി മറയൂർ ശർക്കരയ്ക്ക് കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും നിത്യേന ആവശ്യമുള്ളതാണ് ശർക്കര. ഈ വിപണി കാര്യക്ഷമമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താനായാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് മറയൂർ ശർക്കരയുടെ വിപുലമായ ഒരു വിതരണ ശൃംഖലയുണ്ടാക്കാൻ കഴിയും. ഇത് കർഷകന് ആശ്വാസകരമായ ഒരു വില നിലവാരം നിലനിർത്താൻ സഹായിക്കും. അതോടൊപ്പം കൂടുതൽ കർഷകരെ കരിമ്പ് കൃഷിയിലേക്ക് ആകർഷിക്കാനും ഉൽപാദനം മെച്ചപ്പെടുത്താനും കഴിയും. ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് മറയൂരിലെ കരിമ്പ് കർഷകർ കാലങ്ങളായി അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആശ്വാസകരമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല.